അപ്പോൾ പി എസ് എ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കുന്നു? അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജോ ബൈഡന് പറ്റിയത്. അപ്പോൾ പി എസ് എ നമ്മൾ എല്ലാ വർഷവും ടെസ്റ്റ് ചെയ്താൽ, സപ്പോസ് നമുക്കൊരു 5-6 പി എസ് എ ഉള്ള ആൾ കഴിഞ്ഞ കൊല്ലം 6 ഉണ്ട്, ഇക്കൊല്ലം 10 ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സംശയം ഉളവാക്കുന്നു. എന്നാൽ നമ്മളൊരു 5-10 കൊല്ലം ടെസ്റ്റ് ചെയ്തതിൽ ഇത് 10, 20, 200 ആകുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ പി എസ് എ ശരീരത്തിൽ വളരെയധികം കൂടുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ നമുക്ക് പി എസ് എ സ്ക്രീനിങ് വളരെ എഫിഷ്യൻ്റായി ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ തടയാമായിരുന്നു. പ്രോസ്റ്റേറ്റിൽ പറയുന്നത് നമ്മൾ കുറേ ക്യാൻസറുകൾ ഇപ്പോൾ ചികിത്സ ആവശ്യമില്ലാത്ത കുറേ ക്യാൻസറുകൾ നമ്മൾ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പി എസ് എനെ പറ്റി പല അതോറിറ്റീസും വേണ്ട എന്ന് പറയുന്നത്. അത് ശരിയാണോ? അങ്ങനെ നമ്മൾ 80 വയസ്സിന് ശേഷം മരിക്കുന്ന ആളുകൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്താറുണ്ട്, 50% ആൾക്കാരിൽ വരെ. പക്ഷേ ഇവയെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്നതുകൊണ്ട് ഇവരുടെ ആയുർദൈർഘ്യം കൂടുന്നില്ല. അതുമാതിരി തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വളരെ ശക്തി കുറവുള്ളത്, ശക്തി കുറഞ്ഞതുമുണ്ട്. ശക്തി കുറവുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ പതുക്കെയാണ് ഇത് വളരുക. അത് ഒരു ദശകം ചിലപ്പോൾ എടുക്കുകയായിരിക്കാം അത് വളർന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട്. എന്നാൽ ശക്തി കൂടിയ ക്യാൻസർ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും രോഗിക്ക് അപായം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ജോ ബൈഡൻ്റെയും പറയുന്നത്. അതായത് എല്ലിലേക്കും സ്പ്രെഡായതിനു ശേഷമാണ് അറിഞ്ഞത്. അത്രയും എന്തുകൊണ്ട് ഡിലേ വന്നു അങ്ങനെയുള്ള? തീർച്ചയായും എല്ലിലേക്ക് സ്പ്രെഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമല്ല ജോ ബൈഡനെ സംബന്ധിച്ചോളം, അദ്ദേഹത്തെ സംബന്ധിച്ചോളം. അതിൻ്റെ അർത്ഥം ഒരു ശക്തി കൂടിയ ഒരു അഗ്രസീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസറായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇതിനെ ശക്തമായ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. എന്നാൽ ശക്തി കുറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പലപ്പോഴും പ്രായമേറിയവരിൽ, ചെറുപ്പക്കാരിലല്ല, 75-ന് മുകളിൽ പ്രായമുള്ളവർക്കും അതിന് ചികിത്സയില്ലാതെ വെറും പി എസ് എ മാത്രം നോക്കിക്കൊണ്ട് വെറുതെ വിടാവുന്നതാണ്.